രാവിലെ തന്നെ ചാലിയത്ത് പോവുകയാണെങ്കിൽ അതിരാവിലെ പോകണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടേനെ. അതുകൊണ്ട് നമ്മളെന്താക്കി സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ വണ്ടി എടുത്ത് അങ്ങോട്ട് പിടിച്ചിക്കാൻ കേട്ടോ. റോഡുകളൊക്കെ നിശബ്ദതാണ് കേട്ടോ. രാവിലാണ് റൈഡ് ചെയ്യാൻ എന്തുകൊണ്ടും സുഖം. റോട്ടിൽ വളരെ നിശബ്ദതാണ്, ആളുകളൊക്കെ കുറവാണ്. കുറച്ച് ആളുകൾ ഇങ്ങനെ സ്വന്തം ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യായാമം ചെയ്യുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി പോകാൻ തയ്യാറെടുക്കുന്നവരുണ്ട്. എന്നാലും പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ സമയം അതിരാവിലാണ്. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ചാലിയത്തിൻ്റെ തീരത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ലീവിന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനപേക്ഷിച്ചിട്ട് നോക്കുകയാണെങ്കിൽ റോഡുകളൊക്കെ വികസിച്ചിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് വളരെ മോശം റോഡായിരുന്നു. അങ്ങനെ നമ്മൾ കാലിയത്തെത്തുന്നതിന് മുന്നായിട്ട് ഇത് ഫറൂഖ് ഓട് കമ്പനിയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഈ രംഗം ഇങ്ങനെ കണ്ടപ്പോൾ ഇത് ഒരുപാട് പുരാതനമായ കാലപ്പഴക്കമുള്ള ഒരു സംഭവമാണ്. അങ്ങനെ അതിങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകത്തോട് കൂടിയിട്ട് നമ്മൾ മൊബൈലിൽ പകർത്തിയെന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളിതാ ചാലിയത്തിൻ്റെ തീരത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തോണിക്കാരിങ്ങനെ ചാലിയത്തേക്ക് ഇങ്ങനെ മീനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താക്കുക, വണ്ടി ഒന്ന് സൈഡാക്കി ഇവിടെ വെക്കുക. അപ്പോൾ അതിരാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മളായിരിക്കും ആദ്യം എന്നാ, അതൊന്നല്ല കേട്ടോ. ഒരുപാട് ആളുകൾ അവിടെ സുബീൻ്റെ മുന്നേ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് പറയാം. നല്ല കച്ചവടത്തിൻ്റെ തിരക്കാണ്. ഒരുപാട് കച്ചവടക്കാർ ചെറിയ തോതിൽ വിൽക്കുന്നവരുണ്ട്, വലിയ തോതിൽ വിൽക്കുന്നവരുണ്ട്. ഇവിടെ നമ്മൾ മീൻ എടുക്കാൻ വരുമ്പോൾ മൊത്തത്തിൽ 4-5 ആൾക്കാരൊക്കെ കൂടിയിട്ട് എടുക്കാൻ വരുന്നതല്ല. ഈ സാധനം കണ്ടങ്ങൾ കല്ലുമക്കായി ഈനാണിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് ഈ മീനൊന്നല്ല വണ്ടി. ഞാനിത് ഒരുപാട് കാലം പല വീഡിയോ കണ്ട് ഇങ്ങനെ കൊതിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഈ സാധനം ചിലപ്പോൾ ഞാൻ എടുത്ത് കണ്ടിട്ട് ഇവരൊക്കെ ചിരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ ഇവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. ഞാനിത് ഒരു കൊട്ട അങ്ങോട്ട് എടുത്തിട്ടോ. നിങ്ങൾ വിചാരിക്കുക ഞാനത് പൊട്ടണമാണ്. ഇതിൻ്റെ വില അറിയണമെങ്കിൽ നിങ്ങളൊരു പ്രവാസിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ വില അറിയും. എരുതിൻ്റെയും കടുക്കിൻ്റെയൊക്കെ വില അറിയണമെങ്കിൽ ഒരു പ്രവാസി ഉണ്ടാവണം. ഇതൊക്കെ നിങ്ങൾ ലുലുമാൽ പോയിട്ട് ഇന്ന് അന്വേഷിച്ച് നോക്കി. ഒരു 10 പീസിന് ഇവിടുത്തെ 1000-2000 ഒക്കെ കൊടുക്കേണ്ടി വരും. അതാണ് പുറം രാജ്യത്തേക്ക് കണ്ട് ഇത് കയറ്റി കൊണ്ടുപോകുന്നുണ്ടല്ലോ, നല്ല പൈസ. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് കയറ്റി വയ്ക്കാൻ സമ്മതിക്കരുത്. ലാസ്റ്റ് തേങ്ങൻ്റെ അവസ്ഥ തേങ്ങ ഉണ്ടില്ല, നമുക്ക് കിട്ടാനില്ല, അങ്ങോട്ട് കയറ്റി അയക്കാൻ അതേമാതിരിയാവും ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. സിങ്കിൻ്റെ കണ്ടൻ്റൊക്കെ കൂടുതലാണ്. പല ആളുകളും ഇതൊക്കെ അറിഞ്ഞുപയോഗിക്കുന്നത്. നമുക്ക് ഇതിന് വില ഇല്ലാന്നുള്ളൂ. ഞാൻ എന്താക്കി നേരെ ഒരു കൊട്ടം കണ്ട് പിടിച്ച് തൂക്കി. 23 കിലോ ഉണ്ട്. നിങ്ങൾ 20 കിലോൻ്റെ പൈസ എന്നത് ഞാൻ നോക്കി. എനിക്ക് ലേശം അടി വെട്ടിപ്പോയി. ഇത് ചാലിയത്ത് വളർത്തുന്ന എടുക്കാമെന്നൊരു സംശയമുണ്ട്. ലേശം ടേസ്റ്റ് കുറവുണ്ട്. പക്ഷേ മറ്റേത് കൊണ്ടുവന്നിട്ട് അവിടെ ഞാൻ എടുത്തേ വെച്ചു ചെയ്താൽ അത് നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും നഷ്ടമൊന്നുമില്ല, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ കണ്ടില്ല, ഓരോരുത്തരും മീനൊക്കെ നമ്മൾ മേടിക്കാൻ വരുമ്പോൾ 4-5 ആൾക്കാർ ഒന്നായിട്ട് വരണം കേട്ടോ. ഒരാളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല. ഷെയർ ഇട്ടിട്ടെ അങ്ങനെ നമ്മളെന്താക്കുക, ഒരു കൊട്ടം കൊണ്ട് എടുത്തിട്ട് 4-5 ഓരി കഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ദോഷം ഉണ്ടാവണമല്ലോ. അത് ക്ലീനാക്കിയിട്ട് മാനം കെടും. എല്ലാം ഞാൻ നമ്മളൊന്നായിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാലും നടക്കൂല, കേടായി പോവും. ചാലിയൊന്നും അവിടെ മീൻ ഉണ്ടാവുമല്ലോ. അതിനുകൊണ്ട് 4-5 ആൾക്കാർ ഒരുമിച്ച് വന്നിട്ട് അങ്ങോട്ട് എടുക്കണമായിരിക്കും നന്നാവുക. പിന്നെ ചിലർ കച്ചവടക്കാരുണ്ട്. ചിലർ കച്ചവടക്കാരെടുത്ത് നമ്മൾ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് പെട്രോളിൻ്റെ പൈസക്ക് മുതലാവണമെങ്കിൽ ഇങ്ങനെ കൊട്ടെടുക്കണം. നല്ല ഫ്രഷ് മീനുകളാട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയ പഴയ മീൻ കയറ്റുന്നവരുണ്ട്. അത് പുറത്തുള്ള കച്ചവടക്കാരാണ് അങ്ങനെ ചെയ്യൽ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ തോണിയിൽ നിന്ന് വരുന്ന പിടിച്ച സാധനങ്ങൾ ഇവിടെ വെച്ച് ഇങ്ങനെ ലേലം ചെയ്യാം. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരുങ്ങിയിട്ട് വരണം കേട്ടോ നമ്മളിങ്ങോട്ട്. അല്ലാതെ നമ്മളൊരു 10 റുപ്യേൻ്റെ മീൻ അല്ലെങ്കിൽ 100 റുപ്യേൻ്റെ മീൻ 1 കിലോ മീനൊക്കെ ആയിട്ട് മേടിക്കാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ളവർ അല്ലെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി ടീമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാവും, നല്ല മീനും കിട്ടും. നമ്മൾ ചെറിയ ഇവിടെ വന്നിട്ട് നോക്കാനാണെങ്കിലും ഒക്കെ അങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കലും ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. അങ്ങനെ ഞാൻ എന്താക്കി, ഈ കടുക്ക ഒരു ചാക്ക് ഒരു കൊട്ടെടുത്തിട്ടോ. അത് കഴിഞ്ഞാലാണ് ഈ എരുന്ത് കാണുന്നത്. അതൊക്കെ പാടെ പുറകെ കൊണ്ട് ചെന്നാൽ എന്താ അവസ്ഥ എന്നുള്ളത് പഠിച്ചോനറിയാം. ഏതായാലും ഇതൊക്കെ കണ്ടെങ്കിൽ പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കുറച്ച് എരുന്തും മേടിച്ചു. എരുന്ത് ഞാനൊരു കൊട്ടെടുത്തോളാം എന്നൊക്കെ വിചാരിച്ചിന്. പിന്നെ ആണെങ്കിൽ മച്ചിന് വാങ്ങുന്ന ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊട്ടൊന്നും വേണ്ട, ഒരു കവർ നോക്കിയായിരുന്നു. നമുക്കൊരു 2 കവറിൽ നിറച്ച് എന്ത് കൊണ്ടുപോയിക്കോളി പറഞ്ഞു. ആ 2 കവറിൽ 100 റുപ്യ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ഗൾഫിലെ വില ആയിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. ഗൾഫിൽ ഈ ഒരു സാധനത്തിന് ചിലപ്പോൾ 250 റിയാലൊക്കെ, 250 റിയാൽ എന്ന് പറഞ്ഞാൽ 5000 റുപ്യൊക്കെ ആവും. ഇവിടെ നമുക്ക് 100 റുപ്യ ആയിട്ടുള്ളൂ. കാരണം ഇരുന്തിന് അവിടെ 1 കിലോന് എത്ര വരാം, 1 കിലോന് 50 റിയാൽ 60 റിയാലൊക്കെ വരുന്നുണ്ടെന്നാണ്, നല്ല വില ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ അത് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊക്കെ നാട്ടിൽ നിന്നിട്ട് നിന്നാന്നുള്ളതിലാണ് അങ്ങനെ സപ്പൂറായി നിൽക്കലാണ്. അങ്ങനെ ഞാൻ കടുക്ക ചാക്കിലേക്ക് ആക്കിയിട്ട് വണ്ടീൻ്റെ മുകളിൽ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ചിരിക്കേണ്ട വനന്ത് പൊട്ടനാണ് 2000 റുപ്യൻ്റെ കടുക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞില്ല, പ്രവാസി ആവണം. കടുക്കൻ്റെ മനസ്സിൽ കടുക്ക അച്ചാറിടണം, കടുക്ക ഫ്രൈ ആക്കണം എന്നൊക്കെ ഒരുപാട് ചിന്തകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പുറത്തേക്ക് പോയി അതിൻ്റെ മുന്നേ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് പുട്ടും കടുക്ക ഫ്രൈ അങ്ങോട്ട് അടിച്ച് അങ്ങനെ പോയി വീട്ടിലെത്തി. വീട്ടിൽ ചാക്ക് ഇങ്ങനെ ഇറക്കുമ്പോൾ വെച്ചിട്ട് കൊലായിരുന്നു. ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നെ 2 കൈ കൊണ്ട് നീട്ടി സ്വീകരിക്കുന്നൊക്കെ വിചാരിച്ചിന്. അങ്ങനെ നല്ല സംഭവിച്ച്. ഞാനിതവിടെ കൊണ്ടുവച്ചപ്പോൾ എന്നോടല്ല അങ്ങോട്ടാ പോണ്, ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു. എന്തായെന്ന് വെച്ചു, ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് പോയാൽ മതി, എനിക്കത് പ്രാന്ത് ഞാൻ വെച്ചു. എന്തൊക്കെ അവസാനം കിടന്ന് ക്ലീൻ ചെയ്യണ്ടെന്ന് ഇതിനെ കാട്ടം വരെ പോക്കിട്ടേ അവിടെ പറയണ്ട, മാനം കെട്ടണം. ഇനി നമ്മളെന്താക്കിയത്, ഒരു ചാക്കൊന്നും എടുക്കരുത് കേട്ടോ. നല്ല ഒഴിവുള്ളവർ പോയി എടുത്തോളി. എല്ലാം ഞാൻ കുറച്ച് മേടിച്ചാൽ മതി.
സംഗതിൻ്റെ ടേസ്റ്റ് ആലോചിച്ചിട്ട് പഴയെടുക്കാതെ കണ്ടു തോന്നില്ല. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ വെള്ളം ഒഴിവാക്കരുത് കേട്ടോ. വെള്ളം ഒഴിവാക്കാതെ ആ വെള്ളത്തിൽ തന്നെ വറ്റിച്ചിട്ട് മസാല ഒക്കെ ഇട്ട് ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ, ഇതുപോലെ ഒരു ടേസ്റ്റുള്ള സാധനം ദുനിയാവിലില്ല. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആർത്തി ഉണ്ടല്ലോ, ആർത്തി. എനിക്ക് ഈ ഇറച്ചി മീനോടൊന്നും അത്ര ഇതില്ല. മീനോട് കുറച്ചുണ്ട്, എന്നാലും ആർത്തി ഏറ്റവും കൂടുതൽ തിന്നിട്ട് മതി തീരത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഈ ഒരു സാധനമുള്ളൂ, കടുക്കും വരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വിലയും കൊടുക്കുന്നതാണ്. അപ്പോൾ 4-5 ദിവസം ഇതാണ് തിന്ന് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ച് ക്ലീൻ ചെയ്തപ്പം പാതിരേ കഴിഞ്ഞിട്ടോ. എന്നാലും ഇതൊരു ഇൻ്റർവെല്ലിന് ഉണ്ടാക്കിയതാണ്.